ഒരിക്കലും നിങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്കുന്നതല്ല ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. വെറുതെ അഡ്വൈസ് തരുന്നതല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് മനുഷ്യനും ചെയ്യാവുന്നതാണ്. അതിന് ഇത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ഹായ്, മൈസെൽഫ് സ്റ്റെഫി ജസ്റ്റിൻ, എ സെക്കൻഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ്റ്. ഞാൻ ലാസ്റ്റ് 5 വർഷമായിട്ട് സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ്. കയറിയ സമയം തൊട്ട് മോസ്റ്റ്ലി ഉള്ള എല്ലാ മനുഷ്യന്മാരും എന്നോട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെറുതെ ഒരാളിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നിങ്ങൾ പഠിക്കുന്നതെന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ബോഡിയെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ മിനിമം കോഴ്സ് എന്ന് പറയുന്നത് 5 വർഷമാണ്. നിങ്ങളുടെ മനസ്സിനെ ചികിത്സിക്കുന്ന ഒരാൾ അപ്പം എത്രത്തോളം പഠിച്ചിരിക്കണം? ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ സ്വഭാവത്തെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പ്രൊഫഷനിൽ വളരെയധികം ട്രെയിൻഡ് ആണെങ്കിൽ മാത്രമേ ആൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോപ്പറായിട്ട്. ഒരിക്കലും നിങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്കുന്നതല്ല ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. വെറുതെ അഡ്വൈസ് തരുന്നതല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് മനുഷ്യനും ചെയ്യാവുന്നതാണ്. അതിന് ഇത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. സോ ഒരു അഡ്വൈസ് കൊടുക്കുന്നതും പ്രോപ്പറായിട്ടുള്ള ഒരു തെറാപ്പിയുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. സാധാരണ രീതിയിൽ മനുഷ്യന്മാർ പറയാറുണ്ട്, ലൈഫിൽ വേറെ ഒന്നും വേണ്ട, കുറച്ച് സമാധാനം മതി. ചിലപ്പോൾ നിങ്ങൾക്ക് മിസ് ഔട്ട് ആകുന്ന ആ ഒരു സമാധാനം പോലും നിങ്ങൾക്കൊരു തെറാപ്പിയിലൂടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓരോ തെറാപ്പിയിലൂടെയും നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനാണ് ആ ഒരു തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ കുറച്ചുകൂടെ മനസ്സിലാക്കുക, കുറച്ചുകൂടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനാണ് ഓരോ തെറാപ്പിസ്റ്റും ശ്രമിക്കുന്നത്. നോർമലി നമ്മുടെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഈ തെറാപ്പി എടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്തോ വീക്കായിട്ടുള്ള മനുഷ്യന്മാരാന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു തെറാപ്പിക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്രയും ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരിക്കും. അല്ലെങ്കിൽ തൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുക്കൽ പോകുന്നത്. ഒരു തെറാപ്പിയിലൂടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഫുള്ള് ഹാപ്പിനെസ് ആയിരിക്കും എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളെ ഉണ്ടാകില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ ആ പ്രശ്നങ്ങളെ വളരെ സ്ട്രെങ്തോടെ നമുക്ക് നേരിടാൻ പറ്റും. നമ്മുടെ ലൈഫിൽ സങ്കടങ്ങൾ ഉണ്ടാകും, നമ്മുടെ ലൈഫിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകും, പക്ഷേ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരും. നമുക്കൊരു മീനിങ്ങും ബാലൻസും ഒക്കെ ലൈഫിൽ കണ്ടെത്താൻ പറ്റും. ഒരു തെറാപ്പി ഓഫർ ചെയ്യുന്നത് ഫുൾ ഹാപ്പിനെസ് അല്ല, നേരെ മറിച്ച് ഒരു ബാലൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഓരോ തെറാപ്പിയും ഓരോ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നത്. ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ പോകുന്നത് എന്തോ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. മെൻ്റൽ ഹെൽത്ത് ബാലൻസ് ആക്കുക അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സെൽഫ് കെയർ ആണ്. നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു തെറാപ്പിക്ക് പോയിട്ട് നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. യു ഡിസേർവ് സപ്പോർട്ട് ആൻഡ് വിത്ത് ദ സപ്പോർട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ. യുവർ മെൻ്റൽ ഹെൽത്ത് മാറ്റേഴ്സ്.